നമസ്തേ. നമ്മുടെ വിദ്യാലയം കാൽ നൂറ്റാണ്ടിലേറെ സഞ്ചരിച്ച് 2024 പടിവാതിലും കടന്ന് മുന്നോട്ടു പോവുകയാണ്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വലിയ പാഠങ്ങളായിരുന്നു പരസ്പരം പങ്കുവെച്ചത്. നന്മ നിറഞ്ഞ മനുഷ്യനോളം വലുതായി ഒന്നുമില്ലെന്ന് നമ്മെ കൂടുതൽ മനസ്സിലാക്കി തന്ന ഒരു വലിയ മനുഷ്യൻ, ഫാദർ ജോൺ കോർ എപ്പിസ്കോപ്പ. ഈ വിദ്യാലയത്തെ നയിച്ച വർഷങ്ങൾ ഞങ്ങളുടെ അവിസ്മരണീയമായ ഓർമ്മകൾ തന്നെയാണ്. ഫാദർ ജോൺ കോർ എപ്പിസ്കോപ്പ 1996 ആലത്തൂരിൽ സാധാരണക്കാർക്ക് മികച്ച ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തുടങ്ങിവെച്ചതാണ് ആലത്തൂർ സെന്റ് പോൾ സെൻട്രൽ സ്കൂൾ എന്ന ഈ വിദ്യാലയം. ആ കാലത്തിലാണെങ്കിൽ കൂടി ആലത്തൂരിന്റെ വിദ്യാഭ്യാസ മേഖല സമ്പന്നമായിരുന്നു. അടുത്തടുത്തു തന്നെയായി നിരവധി സ്വകാര്യ ഗവൺമെന്റ് വിദ്യാലയങ്ങൾ സ്ഥിതി ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പുതിയ വിദ്യാലയത്തിന് പിച്ചവെച്ചു തുടങ്ങാൻ പരിമിതികൾ ഏറെയുണ്ടായിരുന്നു. എന്നിരുന്നാലും ആരോടും മത്സരത്തിനില്ലാതെ സെന്റ് പോൾസിന്റെ തനതായ ആശയത്തിലൂടെ മുന്നോട്ടു മാത്രം എന്നുറപ്പിച്ചുകൊണ്ട് പ്രവർത്തനം തുടങ്ങി. ഏറ്റവും പുറകിലുള്ളവനെ ചേർത്തു പിടിച്ച് അവന്റെ ശബ്ദവും വാക്കുകളും മറ്റുള്ളവരിലേക്കും എത്തിക്കുക എന്ന പഠന സമ്പ്രദായം സെന്റ് പോൾസിനെ വ്യത്യസ്തമാക്കി. പരിമിതികൾ ഏറെയുണ്ടെങ്കിലും ജില്ലാതല മത്സരങ്ങൾ ആയിരുന്നാൽ പോലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും മികച്ച പ്രകടനവും ഓവറോൾ ചാമ്പ്യൻഷിപ്പും നേടിക്കൊണ്ടേ വരാറുള്ളൂ. അത് ഈ വിദ്യാലയത്തിന്റെ വേറിട്ട പഠന സമ്പ്രദായം കൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾക്ക് പറയാനാവും. 25 വർഷങ്ങൾ കടന്നുപോയത് പട്ടുവിരിച്ച പരവതാനിയിൽ ചവിട്ടിക്കൊണ്ട് മാത്രമായിരുന്നില്ല. ഗ്രീഷ്മവും ശൈത്യവും വേനലും ഞങ്ങളുടെ വിദ്യാലയത്തിനുമേൽ കുട ചൂടിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും തന്നെയാണ് എന്നും സെന്റ് പോൾസിന്റെ വസന്തകാലം. ഞങ്ങൾക്ക് കാലം കരുതി വെച്ച അമൂല്യ നിധികളാണ് ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ. ഇന്നും അവർ ഞങ്ങൾക്ക് മുന്നിൽ വന്ന് ഈ വിദ്യാലയം അവർക്ക് എന്തായിരുന്നു എന്ന തിരിച്ചറിവ് പങ്കിടുമ്പോൾ അത്ഭുതത്തോടെ, അഭിമാനത്തോടെ, അതിലേറെ സന്തോഷത്തോടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു അവർക്ക് ഇതൊരു വീട് തന്നെയായിരുന്നു. ഒരുപാട് അമ്മമാരുടെ സംരക്ഷണത്തിൽ ഏറ്റവും സുരക്ഷിതരായി ഏറ്റവും ആനന്ദത്തോടെ കഴിഞ്ഞുപോയ ബാല്യ കൗമാരങ്ങൾ. അതിലൂടെ അവർ നേടിയെടുത്ത വിദ്യാഭ്യാസവും വ്യക്തിത്വ വികസനവും അവരുടെ ജീവിതത്തിന്റെ തന്നെ അടിസ്ഥാനങ്ങൾ ആകുന്നു. ഇപ്പോൾ ഇന്ന് എത്തി നിൽക്കുന്ന ഈ അസുലഭ നിമിഷം അഭിമാനത്തിൻ്റെതു തന്നെയാണ്. ഇപ്പോഴുള്ള ഇനിയും വരുന്ന തലമുറകൾക്ക് മുന്നിൽ മാർഗദീപമായി തെളിഞ്ഞു പ്രകാശിക്കാൻ എന്നും എപ്പോഴും ആലത്തൂർ സെന്റ് പോൾസ് ഒപ്പമുണ്ടാവും എന്ന് ഉറപ്പിക്കാം. Our school creates a vibrant community of students endowed with character, creativity, competence and commitment. Children who can inspire meaningful transformations to ensure holistic growth and development of society. In our journey of knowledge, growth and success, we give children happy schooling, healthy minds, hand-in-hand learning. St. Paul Central School, Alathur. Happy schooling, healthy minds, hand-in-hand learning. Good evening everyone. Honorable dignitaries on the dais, parents, teachers, students and everyone present here. Good evening. Welcome to our Silver Jubilee Annual Day, Silverado, the Silver Symphony. A Silver Jubilee where past eliminates the present and inspires the future. Knowledge is often considered as the key to success and a pathway to victory. At St. Paul Central School, Alathur, we have a solid foundation of knowledge and are well equipped to face the challenges of life. The star-studded evening. Let us begin with the prayer. കൈകൊമ്പിൽ നീട്ടി ഞങ്ങൾ അറിവിൻ തീരത്തു വന്നു നിൽപ്പൂ. കരുണാവാരിധി നീയൊഴികെ അഭയം വേറില്ല തമ്പുരാനേ. നിറയാൻ കൈകൊമ്പിൽ നീട്ടി ഞങ്ങൾ അറിവിൻ തീരത്തു വന്നു നിൽപ്പൂ. കരുണാവാരിധി നീയൊഴികെ അഭയം വേറില്ല തമ്പുരാനേ. ശംഖും പാങ്കുലി മണിനാദവും സംഗീത സാന്ദ്ര പ്രഭാതങ്ങളും. ശംഖും പാങ്കുലി മണിനാദവും സംഗീത സാന്ദ്ര പ്രഭാതങ്ങളും. സന്ദേഹമെന്തേ നിൻ
കൈക്കുമ്പിൽ നീട്ടി ഞങ്ങൾ അറിവിൻ തീരത്തു വന്നു നിൽപ്പൂ. കരുണാവാരിധി നീ ഒഴികെ അഭയം വേറില്ല തമ്പുരാനേ, അഭയം വേറില്ല തമ്പുരാനേ, അഭയം വേറില്ല തമ്പുരാനേ. May the Lord shower blessing upon us. Good evening to all. As we move on to the next program, may I share today's annual day is going to be entertaining as well as informative. What? Informative? Entertaining. I understood. What is informative? The word alphabet comes from the first two letters of the Greek alphabet, alpha and beta. Thank you. With that information by our little kids, may I invite our principal for welcome speech. Honorable dignitaries on the dais, Shri Midun Roy sir, subject and the secretary DLSA Palakkad, our managing director, St. Paul's Group of Schools, Shri Umman John sir, our guests of honor, Alathur Grama Panchayat President, Srimati Shaini, SIP Academy Kerala Head, Mrs. Geeta, Shri Shalu Kutanad, film actor, Shri Unni Palakal, Cine Teles Film script writer, Mrs. Tejo Uman, Academic Head, St. Paul's Group of Schools, Mrs. Sandhya, Trainer, Frevical India Private Limited, all my dear parents, students, teachers, and each and everyone present here. With gleaming enthusiasm and indomitable spirit, I stand before you for the welcome address as we celebrate Silverado, the Silver Symphony. The judicial system is the most expensive ever invented machine for finding out what happened and what to do about. This machine is handled meticulously by our sub-judge, Shri Midun Roy, a graduate in functional English, LLB from the School of Legal Studies, Kannur. He practiced in the Talasheri Bar from 2007 till 2013. He entered to service in 2014 and was first posted in JSCM 1 Sultan Bathery. He was also in the Munsif Magistrate Court of Manandwadi and Sultan Bathery. He was also the additional Munsif at Kochi. Presently, he is the DLSA Secretary and the Sub-Judge. He ensures justice and legal aid is provided to the needy, whether it is a tribal area or a rural village or a town. We are very much pleased to have you for the Silver Jubilee Annual Day. Amidst his hectic schedule and his official duties, he has graced the dais. A hearty welcome, sir, on behalf of each and everyone at St. Paul's Central School, Alathur. A small token of honor, I just wish to mention, all the gifts of today are handmade by the children of our school with the assistance of the super trainer Mrs. Sandhya and her team, Mrs. Dhanya and Mrs. Grishma. Leadership is working with goals and visions. Management is working with vision. To preside over today's function, we have the Managing Director, St. Paul's Group of Schools, Shri Umman John. He is an aeronautic engineer by profession and was working at Etihad Airways, Abu Dhabi. He actually came down to Palakkad
in order to uphold the vision and mission of our late Managing Director, Very Reverend John Core Episcopa. A very good disciplinarian, a person having strong objectives. We welcome you to Silverado, the Silver Symphony. If your actions inspire others to dream more, learn more, do more, and become more, you are on the path of leadership. Holding up these qualities of a good leader is the President of Alathur Grama Panchayat, Srimati Shaini. She was first elected as the member of Alathur Grama Panchayat, and then she became the CDS chairperson, then the president of Alathur Grama Panchayat. She is one among us, and I'm privileged to say that because once she was one among the MPTA representatives. A hearty welcome on behalf of each and everyone at St. Paul Central School, Alathur. Srimati Ramla Usman, member Alathur Grama Panchayat, was supposed to be here today, but unfortunately due to the demise of her brother-in-law, she couldn't make it up. She has conveyed her regards to us. Anyway, I welcome her for this function. Today we have a surprise guest, Shri Unni Parakal. He is a script writer for cinema, and in 2015, he won the Best Script Writer Adur Pasi Award. He also has 15 more awards to his credit and 15 telefilms. A hearty welcome on behalf of each and everyone at St. Paul Central School, Alathur. A good people inspires people to have confidence in their leader. A great leader inspires people to have confidence in themselves. This is what Geeta Madam, State Head Kerala of SIP Academy, has doing for us for the past decade. With the help of MI Kids and Orator, our children were able to bring laurels to the school in the Reading Challenge and various other English fests. A hearty welcome on behalf of each and everyone at St. Paul Central School, Alathur. An actor spreads joy to the world. He makes people burst into laughter, makes people cry, make people do almost everything. The next person I wish to welcome this evening is a household name. You all have seen him as Ashari Raghavan in the film Sallabam and many more films, just to mention a few, Chamayam, Hitler Brothers, etc. He nurtured his passion for acting to theatres and dramas, and there was no stop in his acting career. Awards after awards, films after films. We are lucky to have him here today, this evening. A hearty welcome on behalf of each and everyone at St. Paul Central School, Alathur. Management is all about managing in the short term while developing plans for the long term. May I welcome our academic director, Mrs. Teju Uman, on this occasion. A hard-working personality, a perfectionist. She is a multitasker too. A hearty welcome to Silverado, the Silver Symphony. There is no healthier drug than creativity. A true artist is not one who is inspired, but who inspires others. Mrs. Sandhya, the super trainer, Fevicryl India Private Limited, is one such person. Her team, Mrs. Grishma, Mrs. Dhanya, and Mrs. Ajita, helped our students to explore the world of colors and develop their artistic talents. At times, parents were surprised to see their children work wonders with colors.
Her prime exhibits are put forward in the Kerala Art Exhibitions, the Central Government Art Exhibition, and a part of Dubai Shopping Festival. She has told me that she'll be reaching a bit late. She is giving a training at Kila at Thrissur. So a hearty welcome on behalf of everyone. Technology is just a tool in terms of getting kids work together and motivating them. The teacher is most important. I take this opportunity to welcome all the teachers of our school, all the non-teaching staff who have been a constant support in running our institution reach this milestone, the Silver Jubilee. I would like to make a special mention. It is not that only the staff are working here, it is their families also. They work with us together for making things done. Thank you very much to their families for supporting them and being with us always. May I take this opportunity to welcome our ex-students and the present students. I just have to say a simple line for them. East or west, they are the best. Yesterday, today, and tomorrow. It's my privilege to welcome the sound, the media, Apple Media, the videographers, Ayyappan, our instant photographer, the press, media, everyone present at Halya Mahal, and the proprietor of Halya Mahal, each and everyone present here. The journey of these years was not a crystal stair. There were crystals, there were tackles, and there were turnings. But as we reached the road, they turned out to be red carpets for us. It is only because of the constant support of our well-wishers, the road, and of course, the grace of the Almighty Lord. I thank God for all the blessings He has been showering for us and being with us always. Let us celebrate this annual day and share these wonderful moments. Please keep us in your prayers. Once again, welcome each and every one of you present here to the Silverado, the Silver Symphony. Thank you. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, കുട്ടികളെ, പേരൻസ്, ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, മറ്റെല്ലാവരും, ആദ്യമായിട്ട് ഞാൻ എന്താ പറയുക, സെയിൻറ്റ് പോൾസ് സ്കൂളിനോട് നന്ദി പറയുന്നു. ബിക്കോസ് ദേ ഗിവ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു ബി ഹിയർ ടു അഡ്രസ് യു പീപ്പിൾ. പ്രിൻസിപ്പൽ മാഡം വന്നിട്ട് ഇനോഗ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാഡത്തിനോട് പറഞ്ഞു ബെറ്റർ റീൽ ലുക്ക്, ബിക്കോസ് ഞാനൊരു നല്ല സ്പീക്കറല്ല, എനിക്ക് വേദിയിൽ പ്രസംഗിക്കാനൊന്നും അറിയില്ല, ബിക്കോസ് ഇറ്റ്സ് നോട്ട് മൈ ജോബ് ആക്ച്വലി. അപ്പോൾ മാഡം പറഞ്ഞു കുട്ടികൾക്ക് നിയമവശങ്ങളെക്കുറിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കളർഫുൾ ഡേയിൽ ഒരു ലീഗൽ സെഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ കാണിച്ച ഒരു തോട്ടിനെ നന്ദി പറയുന്നു.
ബിക്കോസ് എനിക്ക് കൂടുതലായിട്ട് കോമൺ ആയിട്ടൊന്നും പറയാനില്ല. ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് പാവങ്ങൾക്കും കോടതിയിൽ വരാൻ പറ്റാത്ത അവസ്ഥയിലുള്ളവർക്കും ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കുക എന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ 39 ക്യാപിറ്റൽ എ പ്രകാരമുള്ള ജോലിയാണ്. അതുകൂടാതെ ലീഗൽ ലിറ്ററസി എമംഗ് മാസസ്, ഇൻ പെർട്ടിക്കുലർ എമംഗ് സ്റ്റുഡൻസ്, ഇതും നമ്മുടെ ഒരു ജോലിയാണ്. ഇൻ ദാറ്റ് വ്യൂ ഓഫ് ദ മാറ്റർ ഐ തിങ്ക് എനിക്കിവിടെ പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ ഇനോഗ്രേഷൻ്റെ തുടക്കത്തിൽ മുന്നേ തന്നെ കുട്ടികൾ വന്ന് ഒരു മെസ്സേജ് കൺവേ ചെയ്തു. അപ്പം ഇത് ഫുൾ ഓഫ് എനർജി ആയിരുന്നു ആ സമയത്ത്. നിങ്ങൾ ക്ലാസ്സിൽ കുട്ടികളോട് പ്രത്യേകിച്ച് പറയുകയാണ്, നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് പഠിപ്പിക്കാറുണ്ട്, സ്ട്രെസ് മാനേജ്മെൻറ്റ് പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് യൂത്തിലുള്ള ഒരു എനർജി മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി മിക്കവാറും ആരും ശ്രദ്ധിക്കാറില്ല. ആ ഒരു യൂത്തിൽ, ബിക്കോസ് ആ ഫുൾ ഓഫ് എനർജിയാണ്, അത് നമുക്ക് എത്ര കൺട്രോൾ ചെയ്താലും ആ എനർജി ഇങ്ങനെ വരും. അത് ആ ഒരു അവസ്ഥയിലെ ഒരു ഇതാണത്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് കൺട്രോൾ ചെയ്യണം എന്നുള്ളതിനെ പറ്റി ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കുട്ടികൾ പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കാതെ അതർ ആക്ടിവിറ്റികളിൽ പോയി ബുദ്ധിമുട്ടിലാവുന്നത്. കോടതിയെ സംബന്ധിച്ചിടത്തോളം കേസുകൾ വരുമ്പോൾ, പ്രത്യേകിച്ച് മോട്ടോർ ആക്സിഡൻറ്റ് കേസുകൾ വരുമ്പോൾ മിക്കതിലും അതിൽ 90% ഉള്ളത് എഡൽട്സാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോഴുള്ള നർക്കോട്ടിക് കേസുകളിലും കുട്ടികളാണ് ഏറ്റവും കൂടുതലുള്ളത്. ബിക്കോസ് അവരുടെ എനർജി അതിലേക്കാണ് ഡീവിയേറ്റ് ആയി പോകുന്നത്. അപ്പോൾ അവർക്കൊരു ഗൈഡൻസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റിയെ സംബന്ധിച്ച് പറയാനുള്ളത്, നമ്മൾ കുട്ടികളെ കണ്ട് കുട്ടികളെ അവരുടെ എനർജി ചാനലൈസ് ചെയ്ത് അവരുടെ പഠിപ്പിലും അല്ലെങ്കിൽ അവർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്താണ് പ്രൊഡക്റ്റീവായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചും ആലോചിച്ച് നമ്മൾ ഇപ്പോൾ 2 സ്കീമുകൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് സംവാദ പ്രൊജക്റ്റ്. സംവാദ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾ അവർ കോടതികൾ വിസിറ്റ് ചെയ്യുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, ജഡ്ജസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അപ്പം അവിടെയുള്ള സംവിധാനം എങ്ങനെയാണെന്നും കാര്യങ്ങൾ പഠിച്ച് കുട്ടികൾക്ക് ഒരു വക്കീലാകുക, ജഡ്ജാകുക എന്നുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുക എന്നതാണ് അടിസ്ഥാനപരമായിട്ടും ഈ സ്കീമിൻ്റെ ഉദ്ദേശം. രണ്ടാമത്തേതായിട്ട് ഇപ്പം നമ്മൾ തുടങ്ങിയത് റീകണക്റ്റിംഗ് യൂത്ത് എന്നുള്ളതാണ്. റീകണക്റ്റിംഗ് യൂത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് സ്കൂൾ തലത്തിൽ മുതൽ എല്ലാ ഗ്രാസ് റൂട്ട് ലെവലിലും ആൻറ്റി ടൊബാക്കോ, ആൻറ്റി നർക്കോട്ടിക് ക്യാമ്പയിൻ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ബിക്കോസ് കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ചിട്ട് നമ്മൾ കേൾവി പോലുമില്ലാത്ത പല ഡ്രഗുകളിലും കുട്ടികളിൽ വളരെ സുലഭമാണ്, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്കിടയിൽ. അപ്പോൾ പേരൻസ് ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ആ എനർജി മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എത്ര തിരക്കുണ്ടെങ്കിലും കുട്ടികളുടെ ആ ഒരു ആക്ടിവിറ്റീസ് ഒന്ന് ശ്രദ്ധിക്കാൻ ഒരു ശ്രമം നടത്തണം എന്നുള്ളത് മാത്രമാണ്. കൂടുതലായിട്ട് ഞാൻ പറഞ്ഞ് കൂടുതൽ കുറേ സ്പീക്കേഴ്സ് ബാക്കിയുണ്ട്, നീട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരോടും കുട്ടികളോട് ഞാൻ പറയാനുള്ളത്, നമ്മുടെ അടിസ്ഥാനപരമായ നിയമം ഭരണഘടനയാണ്. അപ്പോൾ ഭരണഘടനയിൽ നമുക്ക് എല്ലാവർക്കും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 51 ക്യാപിറ്റൽ എ സ്മോൾ ജെ. അതിലെന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ദാറ്റ് എവറി സിറ്റിസൺ ഷുഡ് സ്ട്രൈവ് ടുവേർഡ്സ് എക്സലൻസ് ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി so that the nation constantly rises to higher level of endure and achievement. അതായത് നിങ്ങൾ ചെയ്യുന്ന എന്ത് കർമ്മമേഖലയായാലും ശരി, അത് നിങ്ങളുടെ ബെസ്റ്റ് ഓഫ് യു കൊടുക്കുക. അതായിരിക്കണം നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഭരണഘടന നിങ്ങൾക്ക് തരുന്ന ഒരു ഉത്തരവാദിത്തമാണ്. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ഈ പരിപാടിയിൽ ക്ഷണിച്ച ഓർഗനൈസേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇനോഗ്രേറ്റ് ചെയ്തായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. As we move on to the next. The longest English word without a broom vowel, A-E-I-O-U, is rhythm. Wow, that was an interesting information. May I invite our Managing Director, Manjon, to preside over today's function. Honorable Chief Guest Sri Midun Roy, Subject Secretary DLSA Palakkad, Srimati Shahini, President Alathur Grama Panchayat, Srimati Ramla Usman,
മെമ്പർ ആലത്തൂർ ഗ്രാമപഞ്ചായത്ത്, ശ്രീമതി ഗീത പി, സ്റ്റേറ്റ് ഹെഡ് കേരള SAP അക്കാഡമി, ശ്രീ ഷാലു കുട്ടനാട് ഫിലിം ആക്ടർ, തേജു ഉമ്മൻ അക്കാഡമിക് ഹെഡ് സെൻറ്റ് പോൾസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ്, ശ്രീമതി സന്ധ്യ എ, സൂപ്പർ ട്രെയിനർ ക്യൂബിക്കിൾ ഇന്ത്യ ലിമിറ്റഡ്, മൈ ഡിയർ പ്രിൻസിപ്പാൾ, my dear students, parents and my co-working fellow workers. 25 വർഷം പൂർത്തീകരിച്ച് 26ാമത് വർഷത്തിലേക്ക് കടക്കുന്ന സെൻറ്റ് പോൾസിലെ ആദ്യമായിട്ടാണ് ഞാനൊരു ആനുവൽ ഡേ ഫംഗ്ഷന് വരുന്നത്. എല്ലാ റീസണും ടീച്ചർ പറഞ്ഞു. ഐ വാസ് നോട്ട് ഹിയർ ഫോർ എ ലോങ് ടൈം. ഒരുപാട് നാൾ ഞാനിവിടെ ഇല്ലായിരുന്നു. തീർച്ചയായിട്ടും 25 വർഷം തികഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു 3 ആഴ്ച മുമ്പ് സ്കൂളിൻ്റെ ഒരു അവാർഡ് ഡേ ആയിരുന്നു. അന്ന് വളരെ എന്നെ ക്ഷണിക്കുകയുണ്ടായി. അപ്പോൾ ഞാനായിരിക്കും അവാർഡ് കൊടുക്കുന്നതെന്ന ഉദ്ദേശത്തിലാണ് ഞാൻ വന്നത്. പക്ഷേ എന്നെ സർപ്രൈസ് ചെയ്തുകൊണ്ട് അന്ന് ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ ഓരോ ബാച്ചിലെയും സ്കൂൾ ലീഡേഴ്സിനെ ആയിരുന്നു അന്ന് എന്നോടൊപ്പം ആ വേദിയിൽ ഉണ്ടായിരുന്നത്. അതിൽ പലരും ഈ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന പല വ്യക്തികളും ഉണ്ടായിരുന്നു. അതിൽ ഒരു ആൾ പറഞ്ഞു, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരാൾ എനിക്ക് നിന്ന് പറയുകയുണ്ടായി, ഞാനിന്ന് മാതൃഭൂമി ന്യൂസിൽ റീഡറാണ്. ഞാൻ ഇന്ന് ഈ പൊസിഷനിൽ എത്താനുള്ള കാരണം എനിക്ക് കിട്ടിയ ബേസിക് ട്രെയിനിങ് സെൻറ്റ് പോൾസ് സ്കൂളിൻ്റെ വരാന്തയിൽ നിന്ന് ആണ് ഞാൻ എൻ്റെ ആദ്യത്തെ ജേർണലിസം അല്ലെങ്കിൽ ന്യൂസ് റീഡിങ് തുടങ്ങിയത് എന്ന്. തീർച്ചയായിട്ടും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഓരോ കുട്ടികളും അവിടെ നിന്നന്ന് പറയുകയുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഹെഡ് ആയി നിൽക്കുന്ന എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്ത് സമൂഹത്തിലെ നന്മയ്ക്ക് വേണ്ടി ഉയർത്തി സമൂഹത്തിലേക്ക് ഇറക്കി വരുന്നത് തന്നെയാണ് ഒരു സ്കൂളിന് ഈ നാടിനും ഈ സമൂഹത്തിനും ആ കുടുംബത്തിനും ചെയ്തു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം. അത്തരത്തിൽ നോക്കുമ്പോൾ സെൻറ്റ് പോൾസ് സ്കൂൾ എല്ലാ സ്കൂളുകളും പ്രത്യേകിച്ച് ആലത്തൂർ സെൻറ്റ് പോൾസും അതിൻ്റെ കർത്തവ്യം പൂർണ്ണമായ രീതിയിൽ നിറവേറ്റുന്നു എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അത് സ്കൂളിൻ്റെ മാത്രം കഴിവല്ല, തീർച്ചയായിട്ടും അതിൻ്റെ പ്രിൻസിപ്പാളും ആ കുഞ്ഞുങ്ങളെ ആ നിലയ്ക്ക് വളർത്തിയെടുക്കുന്ന ആ ടീച്ചേഴ്സിനും ആ അഭിമാനത്തിൻ്റെ പങ്ക് ഉണ്ട്. അവരോടുള്ള സ്നേഹം ഞാൻ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുകയാണ്. സെൻറ്റ് പോൾസ് സ്കൂളിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഒരു പരിധിവരെയെങ്കിലും ആ വിഷനും ആ മിഷനും പ്രാവർത്തികമാക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധരാണ്. അതുപോലെയുള്ള നല്ല കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ്. അത് സമൂഹത്തിന് വേണ്ടി ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ആ യാത്രയിൽ എന്നോടൊപ്പം എൻ്റെ സഹപ്രവർത്തകരോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രവർത്തനവും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. Thank you, sir. Our school, St. Paul Central Schools, celebrates 25 years, turning challenges into milestones and dreams into realities. Our tiny kids have to tell you something. The shortest complete sentence in English is I am. Thank you. If you are planning for a year, so rise. If you are planning for a decade, plant trees. If you are planning for a lifetime, educate people. We move on to the next program. Before that, let us listen what this tiny dot has to say. The dot over the letter I and the letter J is called a superscript dot. Thank you. Presenting our annual report, may I request our Vice Principal Lada ma'am for the presentation. Good evening. St. Paul's Central School, Alattur, aims to be the center of excellence in education. I, Lata Unnikrishnan, take immense pleasure and pride to present before you the report of our activities and achievement for the academic year 2023-24. Our founder, Very Reverend Father John Cor Episcopa, had the desire to bring out the best of every student in a holistic manner. His mission was to achieve excellent academic and physical environment, developing creativity and exploration. We have significant accomplishment in academic year
2023-24 under the dynamic motivation and leadership of our principal, Mrs. Ajita Kande, and our teachers. Our school focuses not only on academics but also on extracurricular activities. Students are trained towards incorporating a sense of responsibility, loyalty, team spirit, and healthy competition. Success is the sweet result of hard work combined with the desire to excel and unfailing dedication. We are proud to be in our school that provides us English enlightenment and empowerment. SIP Academy's MI-Kids Innovator have helped our students to improve English language skill. Let's see what these children are telling. In English is thank you. It's our pleasure to invite Geeta Madam, State Head SIP Academy, to inaugurate the launching of graduation ceremony and speak a few words. Good afternoon, everyone. To all the dignitaries on and off the dais, the teachers, the students, and dear parents, I really thank each one of you for giving me this opportunity to come here and represent my company. And I feel really honored because, like ma'am was saying, we've been associated with St. Paul's Alathur for 10 years. The school, because of Ajita, I'll be very frank, I've been actually kind of, conducting this program here because I see she's putting in so much efforts. She's putting in so much efforts and she ensures that, whatever the program is expected, it is delivered in the school. We run a program in almost 65 schools in Kerala and more than 500 schools in the south. And Ajita, I'm happy to note that we have been able to bring some change in the children around. Parents, our company has only one vision: keep the child in mind. Ensure whatever program you are delivering, deliver it so that the child is independent and is able to use the program independently. And English is making the children future ready. And that's exactly what we are looking at. Children should be future ready. And thank you, Ajita, for taking the baton and carrying it on. And I would take this opportunity to thank my teachers who implement this program in the school to the fullest capability of them. And we are here to support you whenever required. Thank you, everyone. Let us begin the graduation ceremony. I request Bindu Madam to take on the ceremony, and I request all of our guests to be a part of it. മിസ്സിസ് പ്രിൻസിയുടെയും മിസ്റ്റർ രാജേഷിൻ്റെയും മകനാണ്. പത്തനാപുരത്ത് നിന്ന് വരുന്നു. സുന്ദരനാണ്, നന്നായി പഠിക്കും, കളിക്കാൻ ഇഷ്ടമാണ്, ടീച്ചേഴ്സ് പറയുന്നതെല്ലാം അനുസരിക്കും, ആരോടും വഴക്കിന് പോകാറില്ല, നല്ല ഹാൻഡ് റൈറ്റിംഗാണ്, മിടുക്കനാണ്, നന്നായി ഡാൻസ് ചെയ്യും. ആദം മിസ്റ്റർ അബ്ദുൾ ഷമീറിൻ്റെയും ഷഹാനിയുടെയും മകനാണ്. കാവശ്ശേരിയിൽ നിന്നും വരുന്നു. അവൻ്റെ ഫ്രണ്ട്സിൽ കൂടുതലും ഗേൾസാണ്. പഠിക്കും, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്, ആരോടും വഴക്കിന് പോകാറില്ല, മിടുക്കനാണ്. അദ്രിഷ മിസ്സിസ് ശാന്തി ആൻഡ് മിസ്റ്റർ രാജേഷിൻ്റെ മകളാണ്. കാവശ്ശേരിയിൽ നിന്ന് വരുന്നു. നല്ല ഭംഗിയാണ്, പറഞ്ഞതെല്ലാം അനുസരിക്കും, നന്നായി പഠിക്കും. അവരുടെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ചിരിയാണ്, മിടുക്കിയാണ്. വിജയൻ മിസ്സിസ് ശ്രുതി വിജയൻ ആൻഡ് മിസ്റ്റർ വിജയൻ്റെ മകനാണ്. കാവശ്ശേരിയിൽ നിന്നും വരുന്നു. പത്തനാപുരത്താണ് വീട്. എല്ലാ കാര്യത്തിലും അവൻ മുൻപിലുണ്ടാവും. ബെസ്റ്റ് സ്റ്റുഡൻ്റാണ്, സുന്ദരനാണ്, ആർട്സിലും സ്പോർട്സിലും ഒക്കെ കഴിവുള്ള കുട്ടിയാണ്, നല്ലൊരു ഡാൻസറാണ്, ഞങ്ങളുടെ ഒരു അല്ലു അർജുനാണ്. അലൻ മിസ്സിസ് ബീനിയുടെയും മിസ്റ്റർ ശുഭരാജിൻ്റെയും മകനാണ്. നല്ല കുട്ടിയാണ്, അവന് പെട്ടെന്ന് സങ്കടം വരാറുണ്ട്, കുട്ടിയാണ്, നന്നായി പഠിക്കും, നല്ല അച്ചന്നശീലമാണ്, മിടുക്കനാണ്. എൽവിനോ
ആലത്തൂരിൽ നിന്ന് വരുന്നു. നല്ല ആക്റ്റീവാണ്, എപ്പോഴും കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കും, പഠിക്കുകയും ചെയ്യും, ടീച്ചർ പറയുന്നതെല്ലാം അനുസരിക്കും, മിടുക്കനാണ്. ഹാദിം മിസ്സിസ് ഷാജിദ മിസ്റ്റർ മുഹമ്മദ് കുട്ടി തെന്നിലപുരത്ത് നിന്നാണ് വരുന്നതാണ്. മിടുക്കനാണ്, നല്ല മെച്ചൂർഡാണ്, എല്ലാവരോടും കൂട്ടുകൂടും, പറഞ്ഞതനുസരിക്കും. ഭക്ഷണ കാര്യത്തിൽ കുറച്ച് പുറകോട്ടാണ്, എന്നാലും അവൻ മിടുക്കനാണ്. ഹരിഷ്മ മിസ്സിസ് രജനി ആൻഡ് മിസ്റ്റർ സുരേഷ് ആരോടും അധികം സംസാരിക്കാറില്ല, പാവമാണ്, നല്ല സ്നേഹമാണ്, ഒരു ഭാഗത്ത് ഇല്ലാതിരിക്കും, കുസൃതിയില്ല, നല്ല കുട്ടിയാണ്. ഹൃദയ മിസ്സിസ് പ്രീതിയുടെയും മിസ്റ്റർ ഹരിദാസിൻ്റെയും മകനാണ്. ആലത്തൂരിൽ നിന്ന് വരുന്നു, അത്യാവശ്യം നന്നായി പഠിക്കും, ടീച്ചേഴ്സിനോട് നല്ല ബഹുമാനമാണ്, അനുസരണയുള്ള കുട്ടിയാണ്, സ്പോർട്സിൽ കൂടുതൽ താല്പര്യമാണ്, മിടുക്കനാണ്, ഞങ്ങളുടെ ഒരു മെസ്സിയാണ്. കൃതിഷ മിസ്സിസ് പ്രസന്ന ആൻഡ് മിസ്റ്റർ അനിൽകുമാർ കഴിഞ്ഞ ബാബുള്ളിയപുരത്ത് നിന്നാണ് വരുന്നത്. പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും നന്നായി പഠിക്കും, എല്ലാവരും എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കും, നല്ല ആക്റ്റീവാണ്. ടീച്ചർമാർ എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ അവൾ പറഞ്ഞു തരും. ഫാരിസ് മിസ്സിസ് സബീനയുടെയും മിസ്റ്റർ അക്ബലിയുടെയും മകനാണ്, പഠിക്കാൻ മിടുക്കനാണ്, അതുപോലെ തന്നെ കളിക്കാനും കുറച്ച് വികൃതിയുണ്ടെങ്കിലും അനുസരണശീലമുള്ള കുട്ടിയാണ്, മിടുക്കനാണ്. യശ്വർദ്ധൻ മിസ്സിസ് സുമ ആൻഡ് മിസ് അനീഷിന്റെ മകനാണ്, ഇരട്ടക്കൊട്ടിൽ നിന്ന് വരുന്നു. ക്ലാസ്സിൽ കെയർലെസ്സായി ഇരിക്കുന്നത് പോലെ തോന്നുമെങ്കിലും അവൻ ശ്രദ്ധയോടെ ഇരിക്കാറുണ്ട്, മിടുക്കനാണ്, കുറച്ച് വാശിക്കാരനാണ്. യുഗദേവ് മിസ്സിസ് പൂജയുടെയും ആൻഡ് മിസ്റ്റർ കാർത്തികേയൻ്റെയും മകനാണ്, മിടുക്കനാണ്, നന്നായി പഠിക്കും, ഡാൻസിനാണ്, ബഹുമാനം കൂടുതൽ, മടിയില്ലാതെ ചെയ്യുന്ന കുട്ടിയാണ്, ടീച്ചേഴ്സിനോട് എപ്പോഴും വിഷ് ചെയ്യാറുണ്ട്. ഹീസ് എ ബോയ്. സയാൻ മിസ്സിസ് സബീന ആൻഡ് മിസ്റ്റർ താരിഖ് അഹമ്മദിന്റെ മകനാണ്, ആലത്തൂരിൽ നിന്ന് വരുന്നു, വളരെ പതുക്കെയാണ് സംസാരിക്കുന്നത്, പഠിക്കാൻ വളരെ മിടുക്കനാണ്, അവൻ്റെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് അവൻ ചെയ്യും, ടീച്ചേഴ്സിനോട് അനുസരണയുള്ള കുട്ടിയാണ്, മിടുക്കനാണ്. Ladies and gentlemen, we have come to the moment we have all been eagerly waiting for. Let's start with the first category, the best students for this year, LKG to 10th standard. I invite Mrs. Shaini, Alathur Grama Panchayat President, to give away the prizes. വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അധ്യാപകരെ, കുട്ടികളെ, പ്രിയപ്പെട്ടവരെ, സെൻറ്റ് പോൾസ് സ്കൂളിൻ്റെ 25ാം വാർഷികമാണ് ഇന്ന് നമ്മളിവിടെ ആഘോഷിക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട് ഈ വേദിയിൽ ഇന്ന് നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിനായിട്ട്. കാരണം എൻ്റെ 2 മക്കളും ഈ സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. LKG മുതൽ 10th സ്റ്റാൻഡേർഡ് വരെ നമ്മുടെ സ്കൂളിൽ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളതും സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ അധ്യാപകരുടെ കുട്ടികളോടുള്ള പെരുമാറ്റ രീതിയും അല്ലെങ്കിൽ അവരോടുള്ള താല്പര്യവും അത് ശരിക്കും നമ്മുടെ സ്കൂളിൽ എടുത്തു പറയത്തക്കതാണ്.
കാരണം സ്കൂൾ കഴിഞ്ഞ് അല്ലെങ്കിൽ 10th കഴിഞ്ഞ് പോയിട്ടുള്ള കുട്ടികളോട് ഉൾപ്പെടെ എനിക്കറിയാം, ഏറ്റവും കൂടുതൽ എൻ്റെ മകനും മകളും ഇവിടെ പഠിച്ചതുകൊണ്ട് അവരുമായിട്ട് ഇപ്പോഴും ഇവിടെയുള്ള അജിത ടീച്ചർ ഉൾപ്പെടെ എല്ലാ ടീച്ചേഴ്സും, അവളുടെ ക്ലാസ് ടീച്ചറായിട്ടുള്ള ബീന ടീച്ചർ ഉൾപ്പെടെ ഇപ്പോഴും അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുകയും അതുപോലെ അവർ എന്ത് ചെയ്യുന്നു എന്ന് നമ്മളോട് ഉൾപ്പെടെ എവിടെ വെച്ച് കണ്ടാലും, 2 ടീച്ചർമാരുടെ പേര് പറഞ്ഞു എന്ന് മാത്രം, പക്ഷേ എല്ലാ ടീച്ചേഴ്സും നല്ല രീതിയിലുള്ള പെരുമാറ്റവും ഒരു അന്വേഷണവും നടത്തും എന്നുള്ളതാണ് ശരിക്കും സ്കൂളിൻ്റെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെ നമുക്ക് പറയാനായിട്ടുള്ളത്. നമുക്കറിയാം, ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിലനിന്ന് പോകണമെങ്കിൽ അല്ലെങ്കിൽ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ എത്രത്തോളം പ്രയാസമാണ് അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം, സ്കൂളുകളിൽ പഴയ കാലങ്ങളിലുള്ള പോലെ അല്ലെങ്കിൽ ആദ്യകാലങ്ങളിലുള്ള പോലെ വിദ്യാഭ്യാസം മാത്രമല്ല, അതിനോടൊപ്പം തന്നെ കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്ന രീതിയിലുള്ള കലാപരിപാടികളും കായിക പരിപാടികളും അവർക്ക് പ്രോത്സാഹനം നൽകുന്ന രീതിയിലുള്ള അവാർഡുകളെല്ലാം തന്നെ സ്കൂളുകളെല്ലാം നൽകി വരുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിൽ ഇത് നമുക്കറിയാം എത്രത്തോളം മികച്ച രീതിയിലാണ് സ്കൂളുകൾ പ്രവർത്തിച്ചു വരുന്നത് എന്നും നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കുറേ കുട്ടികൾക്കെല്ലാം തന്നെ ബിന്ദു ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചല്ലോ, മിടുക്കനാണ്, നന്നായി പഠിക്കുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു പ്രോത്സാഹനം തുടക്കം മുതൽ തന്നെ കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവരുടെ മറ്റു കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ശരിക്കും ഏറ്റവും നിങ്ങളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് എന്താണ് എന്ന് നമുക്കറിയാം. പ്രസംഗത്തിനോടൊന്നും ആർക്കും താല്പര്യമൊന്നും ഉണ്ടാവില്ല. എല്ലാ സ്കൂളുകളിലും ഞാൻ കഴിഞ്ഞ സ്കൂൾ വാർഷികത്തിനെല്ലാം പോകുമ്പോൾ തന്നെ പറയാൻ പറ്റും, സ്കൂളിൽ ആർക്കും പ്രസംഗമൊന്നും അത്ര താല്പര്യം ഉണ്ടാവില്ല. വേഗം കുട്ടികളുടെ കലാപരിപാടികൾ ആരംഭിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ വീട്ടിലുള്ള രക്ഷിതാക്കൾ ഉൾപ്പെടെ ചിലപ്പോൾ അന്വേഷിക്കുന്നുണ്ടാവും, ഉദ്ഘാടന സെക്ഷൻ കഴിഞ്ഞോ, ഞങ്ങൾ വരട്ടെ എന്ന് നമ്മൾ ഉൾപ്പെടെ രക്ഷിതാവായിട്ട് ഞാൻ ഇരുന്നത് കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രസംഗത്തിനൊന്നും ഇവിടെ ഒരു കാര്യമില്ല എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും നമ്മുടെ സ്കൂളിന് എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ ഈ ഒരു വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പ്രസിഡൻ്റായി വന്നതിൻ്റെ തുടക്കമാണോ അതോ ജനപ്രതിനിധി ആയിരുന്ന സമയത്താണോ എനിക്ക് അത്ര ഓർമ്മയില്ല. പക്ഷെ അന്ന് ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് ഞാൻ ഈ ഒരു അവസരത്തിൽ ക്ഷമ ചോദിക്കുകയാണ്. കാരണം ടീച്ചർ സൂചിപ്പിച്ചു സ്കൂളിലേക്ക് വരില്ല എന്നുൾപ്പെടെ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ 2 പരിപാടികൾ ഉണ്ടായിട്ടും ഞാനത് മാറ്റി എൻ്റെ മക്കൾ പഠിച്ച സ്കൂളിൽ എന്തായാലും വരും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. കുട്ടികളോട് ഒരു കാര്യം പറയാനുള്ളത്, കുട്ടികളും രക്ഷിതാക്കളും ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ ഗവൺമെൻറ് ഇന്ന് പ്രധാനമായിട്ടും ഏറ്റെടുത്തിട്ടുള്ള 2 കാര്യമാണ് ലഹരി മുക്ത ക്യാമ്പയിനും അതുപോലെ മാലിന്യമുക്തം നവകേരളം എന്നുള്ള പദ്ധതിയും. അത് നമ്മുടെ എല്ലാ സ്കൂളുകളിലും, പ്രൈവറ്റ് ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും എല്ലാ സ്കൂളുകളും അത് നല്ല രീതിയിൽ തന്നെ ഏറ്റെടുത്ത് നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നേരത്തെ എനിക്ക് മുന്നേ സംസാരിച്ചിട്ടുള്ളവർ പറഞ്ഞു, വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നാടിൻ്റെ നന്മയ്ക്കും സമൂഹത്തിൻ്റെ നന്മയ്ക്കും അതിനോടൊപ്പം തന്നെ വീട്ടിലുള്ള നല്ല മക്കളായി നാടിൻ്റെ നന്മ കണ്ടാൽ തിരിച്ചറിയാനും തിന്മ കണ്ടാൽ എതിർക്കാനും കഴിവുള്ള മക്കളായിട്ട് കൂടെ വിദ്യാഭ്യാസത്തോടൊപ്പം നിങ്ങൾ വളരണം. എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും രക്ഷിതാക്കളും ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഈ ചടങ്ങിനും എല്ലാവിധ ആശംസകളും ആലത്തൂർ പഞ്ചായത്തിൻ്റെ പേരിൽ നേർന്നുകൊണ്ട് ഞാൻ എത്തുന്നു. നന്ദി. Now let's start with the first category, the best students from LKG to 10th standard. Abhirami from LKG. Abhirami is the best student in LKG during the year 2024. Yugadev is the best student from UKG. Hisana Sherin from first standard. Shraddha KP from second standard. Aradhya M is the best student from third standard.
Diya R is from 4th standard. Hiba Nasreen from 5th standard. Jumana Jamil of 6th standard. Miduna PM of 7th standard. Simna S of 8th standard. Bhavya K is the best student in 9th standard. And Nivin R is the best student 10th standard. Now the best organizer award goes to Muhammad Aslam of 10th standard. Now overall championship goes to 4th standard. I invite all the students of 4th standard and the class teacher to receive the award. This award is sponsored by This award is sponsored by Yuvadhara Sports Club, Peringum. The winners of SSLC examination, then 22-23 batch with full A+. Suhail has got the full A+. The award includes the trophies and a cash award. This award is Sri Sukumaran Memorial Award, sponsored by Mrs. Shantakumari Ishwar Nivas, Nellyangunam. Next comes Amrita G. The award includes trophies and a cash award. This award is Sri Chandrasekhara Menon Memorial Award. Hamda. She has also got the full A+. The award includes trophies and a cash award. This award is sponsored by Mrs. Bindu Kaladharan, Punnekad House, Eratakulam. Next, I announce the star of the academic year 23-24. She is none other than Miduna PM of 7th standard. This award is sponsored by Mrs. Shantakumari Ishwar Nivas, Nellyangunam, in memory of Sri Sukumaran Nair, Pazhayanur. More English words begin with the letter S, then with any other letter. Thank you. Culture is a language beyond words, expressing that for which have no words. A lovely information from this kid. A sentence that contains all 26 letters of alphabet is called a pendulum. Thank you. The best drivers are patience, independent, determined, and hardworking. It is time to honor the vehicle drivers of our school who have been taking and bringing students for the past 25 years. നമ്മുടെ സ്കൂളിൻ്റെ നാളിതുവരെയുള്ള എല്ലാ മികച്ച പ്രവർത്തനങ്ങൾക്കും ഒട്ടനവധി ആളുകളുടെ നിസ്വാർത്ഥമായ സേവനങ്ങൾ നമ്മോടൊപ്പമുണ്ട്. അവരിൽ ഏറ്റവും നന്ദിപൂർവ്വം ഓർക്കേണ്ടവരാണ് നമ്മുടെ ഡ്രൈവർമാർ.
ആദ്യമായി നമ്മുടെ സ്കൂൾ ബസ് ഡ്രൈവർ മിസ്റ്റർ സുകേഷിനെ നമ്മുടെ എല്ലാം സ്നേഹാദരവ് ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബസിന്റെ പരിചരണത്തിലും അതുപോലെ തന്നെ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കാനും തിരിച്ച് സുരക്ഷിതമായി വീട്ടിലേക്ക് എത്തിക്കുവാനും മിസ്റ്റർ സുകേഷ് തികഞ്ഞ ഉത്തരവാദിത്വം തന്നെയാണ് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് നമ്മുടെ സ്കൂളിൻ്റെ തുടക്കം മുതൽ സമീപകാലം വരെ നമ്മുടെ സ്കൂളിന് വേണ്ടി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ശ്രീരാം ജീപ്പ് ഡ്രൈവർ മിസ്റ്റർ പത്മകുമാർ, കുട്ടികൾ സ്നേഹപൂർവ്വം പപ്പുമാമൻ എന്ന് വിളിക്കുന്ന പപ്പുവേട്ടനെ നമ്മുടെ എല്ലാം സ്നേഹാദരവ് ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം വിശ്രമത്തിലിരിക്കുന്ന ഇദ്ദേഹം ഇപ്പോഴും സെൻറ്റ് പോൾസ് ഫാമിലിയുടെ ഭാഗമാണ്. നമ്മുടെ സ്കൂളിൻ്റെ പല കാര്യങ്ങളിലും നിരന്തര പിന്തുണയുമായി പപ്പുവേട്ടനും കുടുംബവും നമ്മോടൊപ്പമുണ്ട്. അടുത്തതായി നമ്മുടെ സ്കൂളിൻ്റെ തുടക്കം മുതൽ ഇപ്പോഴും നമ്മുടെ സ്കൂളിന് വേണ്ടി ട്രിപ്പ് എടുക്കുന്നയാളാണ് ആദർശ് ഓട്ടോ ഡ്രൈവർ ശ്രീ രാമകൃഷ്ണൻ. അദ്ദേഹത്തെ നമ്മുടെ സ്നേഹാദരവ് ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു രക്ഷിതാവിൻ്റെ എന്ന പോലെ തികഞ്ഞ കാര്യക്ഷമതയും ഉത്തരവാദിത്വവും കൊണ്ട് രക്ഷിതാക്കളുടെ ഇടയിൽ പൂർണ്ണ വിശ്വാസ്യത നേടിയെടുക്കാൻ ഇക്കാലത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായി ഷിൻഡോ ജീപ്പ് ഡ്രൈവർ ശ്രീ മഹേഷിനെ സ്നേഹാദരവ് ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദീർഘകാലമായി നമ്മുടെ സ്കൂളിൻ്റെ അഡ്മിഷൻ്റെ അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ ഊർജ്ജസ്വലമായും കാര്യക്ഷമമായും തൻ്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ശ്രീ മഹേഷ്. വളരെ കാലമായി നമ്മുടെ സ്കൂളിന് വേണ്ടി ട്രിപ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് കാശിനാഥൻ ഓട്ടോ ഡ്രൈവർ ശ്രീ രമേശ്. അങ്ങേയറ്റം ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ ആത്മാർത്ഥത കാണിക്കുന്നതോടൊപ്പം സ്കൂളിൻ്റെ ഏതൊരാവശ്യത്തിനും ഓടിയെത്തി സഹകരിക്കുകയും ചെയ്യാറുണ്ട് ഇദ്ദേഹം. നമ്മുടെ സ്കൂളിന് വേണ്ടി എരുമിയൂർ ഭാഗത്തു നിന്ന് വളരെ കാലമായി ട്രിപ്പ് എടുക്കുന്ന എരണിക്കൽ വാൻ ഡ്രൈവർ ശ്രീ തൗഫീഖിനെ സ്നേഹാദരവ് ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. May I invite? Oh my God, what a bundle of information you all are. What is it, darling? English is the official language in 75 countries worldwide. Then May I invite Sri Unni Palakal Sir, cinema and telefilm scriptwriter. He is the recipient of the Best Scriptwriter Award in the year 2015 for the movie Elu Deshangal Kagale. To do the honors, before that, a few words from you. Our Sriram Jeep driver, Mr. Padma Kumar, has taken up the initiative of paying ₹1,000 as our school fees to the most needy student of our school. Thank you very much for the gesture. May I invite Sri Unni Palakal Sir, cinema and telefilm scriptwriter. He is the recipient of the Best Scriptwriter Award in the year 2015 for the movie Elu Deshangal Kagale. To do the honors, before that, a few words from you, sir. സെൻറ്റ് പോൾ സ്കൂളിൻ്റെ സാരഥികൾക്ക്, വിദ്യാർത്ഥികൾക്ക്, രക്ഷിതാക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇത് 25 വർഷമല്ല 25,000 വർഷം തന്നെ ഈ ഒരു കുതിപ്പോടെ മുന്നോട്ട് പോകാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. only 2 English words can't use any in GRY. They are angry and hungry. Thank you. I humbly invite Salu Kujnat sir to inaugurate the cultural program and also to speak a few words. The word goodbye means God be with you. Thank you. സ്നേഹമുള്ളവർ, വളരെ യാദൃച്ഛികമായാണ് ഇവിടെ എത്തിപ്പെട്ടത്. എല്ലാവരും ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ഞാൻ പിന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിലോ പറയുമ്പോൾ എന്നുള്ള ആ ഒരു പേടിയുകൊണ്ട് ഞാൻ മലയാളത്തിൽ തന്നെ പറയാം എന്ന് വിചാരിച്ചു. ഏതായാലും ഇത്തരത്തിലുള്ളൊരു സ്കൂളിൽ, കൂടുതലും സ്കൂളുകളിലാണ് ഞാൻ ഇതേമാതിരിയുള്ള ഫംഗ്ഷനൊക്കെ പോവാറ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല. മറ്റുള്ള നടന്മാരൊക്കെ കടകളും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യാനൊക്കെ പോകും. മറ്റുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ പോകും. കൂടുതലും ഞാൻ പോകുന്നത് സ്കൂള് ഇതേപോലത്തെ പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ പോകും. ഏതായാലും
വരാനും നിങ്ങളൊക്കെ കാണാനും കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാനിവിടെ ഒരു പ്രോഗ്രാം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ വേണ്ടി വന്നതല്ല. നിങ്ങളൊക്കെ കണ്ട് ഒന്ന് പരിചയപ്പെടണം, അതിനു വേണ്ടി വന്നു. അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാതെ ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ അടുത്തും പറഞ്ഞു. മറ്റുള്ള കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന ഇവിടെ വരാനും നിങ്ങളൊക്കെ കാണാനും കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരു നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. It's my pleasure to invite Teja Madam, Academic Head, St. Paul's Group of Schools, for the felicitation. Madam, a few words from you. Good evening all. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ടീച്ചേഴ്സ്, പേരൻസ് ആൻഡ് മൈ ഡിയർ ചിൽഡ്രൻ. സെൻറ്റ് പോൾ സ്കൂൾ ആലത്തൂർ തൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഈ 25 വർഷങ്ങൾ സെൻറ്റ് പോൾ സ്കൂൾ നടന്നു കയറിയത് ഒരു റെഡ് കാർപ്പറ്റിലൂടെയാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. വളരെയേറെ പരിമിതികളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ പാതയിലൂടെ തന്നെയാണ് ഈ 25 വർഷം നമ്മുടെ സ്കൂൾ പൂർത്തീകരിച്ചത്. എന്നിരുന്നാലും പരിമിതികൾ ഏറെയുണ്ടെങ്കിലും സ്കൂൾ ഒരിക്കലും നമ്മുടെ ഫൗണ്ടർ ഫാദർ ജോൺ കോർ എപ്പിസ്കോപ്പായുടെ ഒരു വിഷൻ, ഗീവ് ദ ചിൽഡ്രൻ ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ, അതിൽ ആ ഒരു വിഷനിൽ ഒരു കോംപ്രമൈസിനും തയ്യാറാകാതെ നമ്മുടെ സ്കൂൾ ഈ 25 വർഷം പൂർത്തിയാക്കിയെന്ന് വളരെ അഭിമാനത്തോടെ എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഈ സ്കൂളിന് ഇനിയും വളരെയധികം ദൂരം മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. It's time to unlock the surprise. All is gold. Our senior students have on this day. Over to them. നമ്മുടെ വിദ്യാലയത്തിലെ കഴിഞ്ഞ 2 ദശാബ്ദങ്ങളായി സേവനമനുഷ്ഠിക്കുന്ന സ്റ്റാഫിനെ ഞങ്ങളുടെ സീനിയർ സ്റ്റുഡൻസ് ആദരിക്കുന്നു. സുമയ്യ ചേച്ചിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് ടു ഓൾ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് ആൻഡ് ഓൾ അതർ പ്രസൻറ്റ് ഹിയർ, നമസ്കാരം. ഞാൻ ഈ സ്കൂളിൽ 2004 10ാം ക്ലാസ് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് സുമയ്യ. എൻ്റെ ബാച്ച്മേറ്റ്സൊക്കെ ഇവിടെ പ്രസൻ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ കൂടെ ഈ സ്റ്റേജിലോട്ട് വരാം. ഞങ്ങൾ ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 25 വർഷമായി ഈ സ്കൂളിൽ സേവനമനുഷ്ഠിച്ച് വരുന്ന കുറച്ച് പേര് ഈ വിദ്യാലയത്തിലുണ്ട്. അവരെ ഞങ്ങൾ സീനിയർ എക്സ് സ്റ്റുഡൻസ് ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഓൾഡ് ഈസ് ഗോൾഡ്. അപ്പോൾ ഞാൻ ആദ്യമായി നമ്മുടെ സീനിയർ മോസ്റ്റ് ടീച്ചർ ലതാ മാമിനെ കുറിച്ച് ഒരു 2 വാക്ക് പറയാം. ഷീ ഈസ് വർക്കിംഗ് ആസ് എ ഹിന്ദി ടീച്ചർ നൗ for the past 25 years in this school. എത്ര ആരോഗ്യപരമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ഈ സ്കൂളിൽ ഈ 25 വർഷക്കാലം സേവനമനുഷ്ഠിച്ചു എന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സ്കൂളിൻ്റെ അന്തരീക്ഷവും ചുറ്റുപാടും ഇവിടുത്തെ ഓരോരുത്തരും കൊടുക്കുന്ന സ്നേഹവും തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഓൾഡ് സ്റ്റുഡൻസ് ഈ 25ാം വാർഷികത്തിൽ ഇവിടെ സന്നിഹിതരാകാൻ കാരണവും. അതിന് ആദ്യമായി എൻ്റെ പേരിലും എൻ്റെ ബാച്ച് സ്റ്റുഡൻസ് ഞങ്ങൾ 2004 ഞങ്ങൾ ബാച്ച് സ്റ്റുഡൻസിൻ്റെ പേരിലും അജിത മാം ഞങ്ങളുടെ പ്രിൻസിപ്പൽ മാമിനും ഈ സ്കൂളിലെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പം ഞാൻ ഞങ്ങളുടെ ലതാ മാമിനെ ഈ വേദിയിലേക്ക് ഹൃദയംഗമമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. എനിക്ക് വാക്കുകളില്ല പറയാൻ. താങ്ക് യു വെരി മച്ച്. ഗുഡ് ഈവനിങ് എവ്രി വൺ. ഞാനിവിടെ 2002 10th പാസ് ഔട്ടായ ബാച്ചാണ്. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാനും ഷിനോജും മാത്രമാണ് വന്നിരിക്കുന്നത്. ഇങ്ങനൊരു ഒക്കേഷനിൽ ഞങ്ങളെ ഓർത്ത്, ഇൻഫാക്ട് ക്ലാസ്സിലെ ഓരോരുത്തരെയും ഓർത്ത് വിളിച്ച പ്രിൻസിപ്പൽ മാമിന് ഒരുപാട് സ്നേഹം, സന്തോഷം.
പിന്നെ ഇതെൻ്റെ മോളാണ്. അപ്പോൾ എനിക്ക് അതിലും സന്തോഷമുണ്ട്, കാരണം കുറച്ച് ഷൈ ടൈപ്പൊക്കെയാണ്. എൻ്റെ കൂടെ സ്റ്റേജിൽ ആൾ കയറി വന്നു. സോ ദിസ് മൊമെൻറ്റ് ഇസ് വെരി സ്പെഷ്യൽ. പിന്നെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് പലരും ഇവിടെ ഇല്ല. ലത മാം, പിന്നെ പ്രിൻസിപ്പൽ മാം, ഇവരാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ജലജ മാം, അസീന മാം എല്ലാം ഞങ്ങൾ ഉള്ളപ്പോൾ തുടങ്ങിയുള്ള ടീച്ചേഴ്സാണ്. എൻ്റെ ക്ലാസ്മേറ്റ് ഷിനോജ് ഇവിടെ ഉണ്ട്. ഞാനപ്പം ഇതിൻ്റെ കൂടെ ഞങ്ങളെ പഠിപ്പിച്ച കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്, അവരെയും കൂടെ ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഷമീമ മാം, പിന്നെ കുറച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മാം ഉണ്ട്, ഞാൻ പ്രത്യേകിച്ചും പേരെടുത്ത് പറയണത്, പ്രസീത മാം, എൻ്റെ മാത്സ് ടീച്ചറായിരുന്നു. പിന്നെ ബിൻസി മാം, പിന്നെ അതായത് ഞങ്ങളെല്ലാവരും വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. അപ്പോൾ അവരെ ഓർക്കാതിരിക്കാൻ വയ്യ. പ്രോബബ്ലി ഷിനോജ്, അതെന്താണെന്ന് അറിയോ, ഞാൻ ക്ലാസ് ലീഡറായിരുന്നു. അപ്പോൾ അവൻ ഒട്ടും സംസാരിക്കില്ല, ക്ലാസ്സിൽ പേര് എഴുതുന്നു വെച്ചിട്ടേ. അതുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഇപ്പോഴും അവൻ സംസാരിക്കാതിരിക്കാൻ തോന്നുന്നു. പ്രിൻസിപ്പൽ മാം, ജസ്റ്റ് എ ഫ്യൂ വേർഡ്സ് അബൌട്ട് അവർ ബാച്ച്. This batch was very dear to me, all the students. And all my batches are very good. That's what I said. All my children, whether they're the ex-students or the present students, I just have to say a line for them, east or west, they are the best. Yesterday, today and tomorrow. അപ്പോൾ ഞങ്ങൾ ആദരിക്കുന്ന അസീന മാമിനെയാണ്. ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങളുടെ സ്കൂൾ ലൈഫ് തുടങ്ങി എന്താ പറയുക, അസീന മാം അവിടെ ഉണ്ടായിരുന്നു. സോ അസീന മാം, വി റിക്വസ്റ്റ് യു ടു ബി ഓൺ ദ സ്റ്റേജ് പ്ലീസ്. Mrs. Asina, this is a surprise for them. They are all in their own work. വാക്കുകൾക്ക് അതീതമാണ് ഈ സ്നേഹം. എന്താണ്, ഏറ്റവും സ്നേഹമുള്ള മക്കളാണ് എല്ലാവരും. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ മാം, ടീച്ചേഴ്സ്, വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, രക്ഷിതാക്കളെ, കുട്ടികളെ, ഞങ്ങൾക്ക് ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ ഇന്ന് ഇവിടെ വന്നിരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിൽ പറയണമെന്നൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ വന്നിരുന്നപ്പോൾ ONVയുടെ വരികളാണ് ഓർമ്മ വന്നത്. ഒരു വട്ടം കൂടി ആ തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന് പറയുന്ന ആ ഒരു വരിയാണ് ഓർമ്മ വന്നത്. കാരണം ഒരുപാട് ഓർമ്മകൾ വന്നു. ഒരുപാട് പേര്, ഞങ്ങളുടെ ബാച്ചിലുള്ള പലരും, ഇദ്ദേഹം നേവിയിലാണ്, മെർച്ചൻ്റ് നേവിയിലാണ്, ഓരോരുത്തരും ഓരോയിടത്താണ്. പട്ടാളക്കാരുണ്ട്, പോലീസുകാരുണ്ട്, ടീച്ചർമാരുണ്ട്, ഞാൻ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, ഞങ്ങളുടെ സ്കൂൾ പോലെ വേറൊരു സ്കൂളില്ല എന്ന്. ഞങ്ങളുടെ സ്കൂള് 12 കൊല്ലം ഞങ്ങൾക്ക് തന്ന സംരക്ഷണവും ഞങ്ങൾക്ക് തന്നൊരു മികച്ച, വളരാൻ തന്ന ഒരു മികച്ച എൻവയോൺമെൻറ്റും വേറെ ആർക്കും കിട്ടിയിട്ടില്ല എന്ന്. ഞങ്ങളുടെ കൂടെ പലരും പഠിച്ച പുതിയ കൂട്ടുകാർ വരുമ്പോൾ, പുതിയ കൂട്ടുകാരുടെ അനുഭവങ്ങൾ കിട്ടുമ്പോൾ ഞങ്ങൾ പറയും, പരസ്പരം ഞങ്ങൾ ഫോൺ വിളിച്ച് പറയും, നമുക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ്, നമുക്ക് കിട്ടിയൊരു സേഫ്റ്റിയും വേറൊരിടത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അതിന് ഞങ്ങൾ മാമിൻ്റെ അടുത്തും അതുപോലെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ അടുത്തും വളരെ കൃതജ്ഞത. ഇന്ന് ഞങ്ങൾ ജൽജ മാഡത്തിനെയാണ് ആദരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. ജൽജ മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ള മനോഹരമായ ഹിന്ദി ക്ലാസ്സുകളാണ്. ഹിന്ദി ഒരുപാട് സബ്ജക്റ്റുകളുണ്ടെങ്കിലും ഹിന്ദിയോട് അത്ര ആർക്കും പെട്ടെന്ന് താല്പര്യം ഉണ്ടാവാത്തതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞങ്ങൾക്ക് അത്ര താല്പര്യമില്ലാത്തതാണ്. ഞങ്ങൾ അത്യാവശ്യം വികൃതി കുട്ടന്മാരായിരുന്നു ക്ലാസ്സിലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മാം ക്ലാസ്സിലേക്ക് വരുന്നതും ക്ലാസ് എടുക്കുന്നതും. അതുപോലെ തന്നെ മാമിൻ്റെ ഒരു ക്ലാസ് കേട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാം
സീറ്റിലിരുന്നിട്ട് ഫ്രണ്ടിലെ ടേബിൾ നിറയെ പുസ്തകങ്ങളായിരിക്കും. ഒരുപാട് പുസ്തകങ്ങളാണ്. ഞങ്ങളുടെ എല്ലാ നോട്ട് ബുക്കാണ്. ഇതിൽ ഞാനൊന്നും അങ്ങനെ നമുക്ക് ഹിന്ദി അത്ര വഴങ്ങാത്തതുകൊണ്ട് അങ്ങനെ കൃത്യമായിട്ടൊന്നും എഴുതാറില്ല. എഴുതുമ്പോൾ ഹിന്ദി പോലെ ആവുന്ന രീതിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അന്നുള്ള ആ ശകാരങ്ങളും ചെറിയ അടികളും ഒക്കെ ഇന്നും നല്ല ഒരു മനോഹരമായ ഓർമ്മകളാണ്. ഇപ്പോഴും ആലോചിച്ച് നോക്കുമ്പോൾ ആ ഒരു പ്രത്യേക ദിവസത്തിലേക്കും ആ ഒരു പ്രത്യേക സമയവും ഓരോരുത്തരും ഇങ്ങനെ കയറി വന്ന് നോട്ടെടുക്കാൻ വേണ്ടി വരുന്നതും ഒക്കെ വളരെ ഓർമ്മകളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാളെ കൂടി ആലോചിക്കാൻ ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോൾ സംസാരിച്ചപ്പോൾ ടീച്ചർമാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാ മാം, പല്ലാവൂരിലെ വിദ്യാ മാം ഞങ്ങളോടൊപ്പം ഇന്നിപ്പോൾ നമ്മുടെ ഒപ്പം ഇല്ല. പക്ഷേ വിദ്യാ മാമിനെ ഞങ്ങൾ ആലോചിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് വിദ്യാ മാം നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ ദിവസം. അന്ന് എന്തൊക്കെയോ ഹോംവർക്കുകളൊക്കെ തന്നിട്ടാണ് അതിന് മുമ്പത്തെ ദിവസം മാം ക്ലാസ്സിൽ നിന്ന് പോയത്. എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ആ ദിവസങ്ങളൊക്കെ എപ്പോഴും ഓർമ്മയുണ്ട്. സെൻറ്റ് പോൾസ് ഒരിക്കലും മറക്കാത്ത, ഇതിൽ എത്ര ബാച്ച് ഉണ്ടായാലും ആർക്കും ഒരിക്കലും മറക്കാത്ത മനോഹരമായ ഓർമ്മയാണ്. ജൽജ മാം, താങ്ക് യു. താങ്ക് യു സ്റ്റുഡൻസ്. ഇന്ന് ഞാൻ അവർ പറഞ്ഞതെല്ലാം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ അടിയുടെയും ആ നോട്ട് കറക്ഷൻ്റെയും ഗുണമാണ് ഇന്നിപ്പോൾ ഒരു പ്രൗഡോടുകൂടി ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ശരിയല്ലേ? ശരിക്കും. അതുപോലെ ഇനിയുള്ളവരും ഇപ്പോൾ വളരുന്നവരും അതുപോലെ തന്നെ ഞങ്ങൾ സെൻറ്റ് പോൾസ് ഫാമിലി എന്നുള്ള ചങ്ങലയുടെ ഒരിക്കലും വിട്ടുപോകാത്തൊരു കണ്ണികളായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് അഭിമാനമുണ്ട്. 2 ദിവസം മുൻപ് അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് സ്കൂളിൽ പറയും, മാനുവൽഡേ ആണ്, ഞാൻ എന്ത് പോയി പറയാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കാൻ എനിക്കൊരു വ്യക്തിത്വമുണ്ട്. അതുണ്ടാക്കി തന്നത് ഈ സെൻറ്റ് പോൾ സെൻട്രൽ സ്കൂൾ മാത്രമാണ്. താങ്ക് യു മാം, താങ്ക് യു അജിത മാം, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിങ് മീ ഓപ്പർച്യൂണിറ്റി ലൈക്ക് ദിസ്. പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് ഞങ്ങളുടെ ബീന മാം ആണ്. ഇപ്പോഴും ഓരോരു കാര്യം പറയുമ്പോഴും നമ്മൾ ആദ്യം ഓടിച്ചെല്ലുന്നത് ബീന മാഡത്തിൻ്റെ അടുത്തേക്കാണ്. ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തു, ഇല്ലെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, PG ജോയിൻ ചെയ്തു, അതെല്ലാം ആദ്യം വിളിച്ച് പറയുന്നത് ബീന മാഡത്തിനെയാണ്. ഷീ ഈസ് മോർ ദാൻ എ ടീച്ചർ. മാം, ഇതാണ് ഞങ്ങളുടെ സ്വന്തം ബീന മാം. വി ലവ് യു മാം. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിങ് ദിസ്. Ma'am, few words to say about this. Thank you, my dear children, and thank you one and all. Good afternoon to one and all. ഇത് ഞങ്ങൾക്കൊരു ട്രൂലി മൊമെൻ്റ് ആയിട്ടുള്ളൊരു സെഷനാണ്. ലൈക്ക് ഞങ്ങൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ വിദ്യാലയത്തിൽ എല്ലാവരും കൂടെ ഒത്തുചേർന്നിരിക്കുകയാണ്. ആൻഡ് ഈ ആനുവൽ ഡേക്ക് തിരികെ എത്തുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്ന പോലെ സന്തോഷമാണ്. കാരണം സെൻറ്റ് പോൾസിൻ്റെ അത്ര ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള വേറൊരു സ്കൂളിലും, ഞങ്ങളിപ്പോൾ എല്ലാവരും ഡിഗ്രി സ്റ്റുഡൻസാണ്, ഞങ്ങൾക്ക് സെൻറ്റ് പോൾസിൻ്റെ അത്ര ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനും ഇതുവരെ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ ഭയങ്കര കെയറിങ് ആയിരുന്നു ഞങ്ങളോട്. എല്ലാവരും ഇൻഡിവിജ്വൽ അറ്റൻഷൻ തന്ന് പഠിപ്പിച്ച സ്കൂളായിരുന്നു. ആൻഡ് ഈ ഒരു 25th ആനുവൽ ഡേ സെലിബ്രേഷനിൽ തിരിച്ച് ഞങ്ങളുടെ സെൻറ്റ് പോൾസ് ഫാമിലിയിലേക്ക് വരാനായിട്ട് ക്ഷണിച്ച എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയാണ്. സെൻറ്റ് പോൾസ് ഇസ് ഓൾവേസ് വെരി ക്ലോസ് ടു അവർ ഹാർട്ട്. ആൻഡ് ഞങ്ങൾ ഇന്നിവിടെ ആദരിക്കാൻ പോകുന്നത് നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കുമാരി ചേച്ചിയാണ്. കുമാരി ചേച്ചിയെ പറ്റി പറയുമ്പോൾ എല്ലാവരുടെയും ചെറിയ കുട്ടികളുടെ പേടി സ്വപ്നമായിരുന്നു കുമാരി ചേച്ചി. ഇന്ന് എല്ലാവരും കൃത്യമായി ഫുഡ് കഴിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് കുമാരി ചേച്ചി കാരണമാണ്. അവിടെയുള്ള എല്ലാം കൺട്രോൾ ചെയ്യണത് കുമാരി ചേച്ചി ആയിരുന്നു. എന്ന് കുമാരി ചേച്ചിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും സ്നേഹം മാത്രമാണ്. അത് ഇന്നും എന്നും അങ്ങനെ തന്നെയാണ്. വി ലവ് യു കുമാരി ചേച്ചി.
Thank you. Good evening, respected teachers, principal, my parents and my dear friends. Good evening, I am Amrita. I am Muhammad Suhail. First of all, എനിക്ക് പറയാനുള്ളത് ഇതുപോലെ സ്റ്റേജിൽ കയറി വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. സോ എന്തെങ്കിലും മിസ്റ്റേക്സ് എന്തെങ്കിലും ക്ഷമിക്കണം. ഞങ്ങൾ 2022-23 ബാച്ചിലെ SSLC സ്റ്റുഡൻസ് ആയിരുന്നു. അതായത് കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ പാസ് ഔട്ട് ആയി പോയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ആക്ച്വലി ഒരു എക്സാക്ട് ഫാമിലി, സെൻറ്റ് പോൾസ് ഫാമിലി തന്നെയായിരുന്നു. കാരണം ഇവിടെ ഞാനുൾപ്പെടെ 6-7 കസിൻസ് പഠിച്ചു പോയിട്ടുണ്ട്. അവരെല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് തോന്നുന്നു. ആൻഡ് നിലവിൽ എൻ്റെ അനിയനുൾപ്പെടെ 6 പേർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിവിടെ UKG മുതൽ പഠിക്കുന്നതാണ്. UKG മുതൽ 10ാം ക്ലാസ് വരെ യാത്ര, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സെൻറ്റ് പോൾസ്. സ്റ്റഡിയുടെ കാര്യത്തിലാണെങ്കിലും ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ SSLC ബാച്ചായിരുന്നു. സ്റ്റഡിയുടെ കാര്യത്തിലാണെങ്കിലും കഴിഞ്ഞ നവംബർ മുതൽ ഞങ്ങളുടെ പുറകിൽ നിന്ന് ഞങ്ങളുടെ ടീച്ചേഴ്സ് പഠിക്കടാ കണ്ണ എന്ന് പറഞ്ഞ ടീച്ചേഴ്സിനെ ഞങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്നു. ടീച്ചേഴ്സിനെ മാത്രമല്ല ബാക്കി എല്ലാവരും മിസ് യു സോ മച്ച്. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ, അതുപോലെ തന്നെ പ്രിൻസിപ്പൾ ആയിക്കോട്ടെ ഞങ്ങളുടെ ബെസ്റ്റ് സപ്പോർട്ടറായിരുന്നു. ഞങ്ങൾ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഞങ്ങളുടെ വഴിയോരത്ത് കാത്തുനിന്ന് ഞങ്ങളുടെ ബ്ലെസ് ചെയ്ത് വിട്ട പ്രിൻസിപ്പൾക്കും സോ താങ്ക്സ്. അതുപോലെ തന്നെ ഓൾവേസ് ഞങ്ങൾ സെൻറ്റ് പോൾസ് ആണ്, ഞങ്ങൾക്ക് എവിടെ പോയാലും സെൻറ്റ് പോൾസ് ആണ് ഒരു കംഫർട്ടബിൾ സോൺ. താങ്ക് യു. കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾക്ക് ഫുട്ബോൾ ഇൻ്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് തുടങ്ങുന്നത്. അതുവരെയൊന്നും ഇത് ഇവിടെ ഉണ്ടായിട്ടില്ല. അതും കഴിഞ്ഞ വർഷം ടീം മാനേജ്മെൻറ്റ് പെട്ടെന്ന് ഹരിബരി റഷിൽ ഡിസംബറിലേക്ക് എന്തോ തീരുമാനിച്ചത് ഫുട്ബോൾ ഇൻ്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പ്. നിങ്ങൾക്കറിയാം ഞങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നേരെ പ്രാക്ടീസ് ചെയ്യാൻ ഒരു ഗ്രൗണ്ടോ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ഫുള്ള് ഡള്ളായിരുന്നു. എന്നിട്ടും ആ ഒരു സിറ്റുവേഷനിലും ഞങ്ങളെ മോട്ടിവേഷൻ നൽകിക്കൊണ്ട് ഞങ്ങളുടെ അജ്സ മാഡം ഞങ്ങൾക്കൊരു കോച്ചിനെ അറേഞ്ച് ചെയ്ത് തന്നു. ആൻഡ് ദ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. ആളുടെ എൻകറേജ്മെൻറ്റ്, മോട്ടിവേഷൻ, സപ്പോർട്ട്, ഗെയിം പ്ലാൻ, സ്ട്രാറ്റജി എല്ലാം കൊണ്ട് ഞങ്ങൾ അവിടെ കൊല്ലങ്കോട്, സെൻറ്റ് പോൾസ് കൊല്ലങ്കോട് പോയി കളിച്ചു. അവിടെ കളിച്ചിട്ട് നോട്ട് ജസ്റ്റ് എ സെക്കൻഡ്, നോട്ട് ജസ്റ്റ് എ തേർഡ്, നോട്ട് ജസ്റ്റ് എ റണ്ണർ, ഞങ്ങൾ അവിടെ പോയി ഫസ്റ്റ് തന്നെ എടുത്തു. അതുമാത്രമല്ല ഞങ്ങൾ ബെസ്റ്റ് പ്ലെയർ, ബെസ്റ്റ് ഡിഫൻസ്, ബെസ്റ്റ് ഗോൾ കീപ്പർ എല്ലാം ഞങ്ങളുടെ സ്കൂൾ, ഞങ്ങളുടെ സെൻറ്റ് പോൾസ് ആലത്തൂർ തന്നെയായിരുന്നു. അറിയുന്നവർക്കറിയാം സെൻറ്റ് പോൾസ് കൊല്ലങ്കോട് ആയിക്കോട്ടെ, എത്തനൂർ ആയിക്കോട്ടെ, കന്നിമാരി ആയിക്കോട്ടെ, അവർക്കൊക്കെ അവരുടേതായ ഫെസിലിറ്റീസ്, വലിയ വലിയ ഗ്രൗണ്ട്, അതുപോലെ PT സാർ, കോച്ച്, അതുപോലെ എല്ലാം ഓൾ ഇയർ പ്രാക്ടീസ്. ബട്ട് ഞങ്ങൾക്കുള്ളത് ആകെ ഫുൾ ഓഫ് കോൺഫിഡൻസ് ആൻഡ് എ കോച്ച്. നിങ്ങൾ ആലോചിക്കുന്ന ആരാണ് ആ കോച്ച് എന്നല്ലേ? അദ്ദേഹം വേറെ ആരുമില്ല, നമ്മുടെ സ്വന്തം മണിയേട്ടനാണ്. മേ ഐ വെൽക്കം മിസ്റ്റർ മണിയേട്ടൻ ടു ദ സ്റ്റേജ്. താങ്ക് യു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ടീച്ചേഴ്സിനും എൻ്റെ നമസ്കാരം. ഒരുപാട് കാലമായിട്ട് ഈ ഫുട്ബോൾ തന്നെ വേണ്ട എന്ന് വെച്ച് ഇരുന്ന ആ സമയത്താണ് നമ്മുടെ അസീന മാഡം പ്രിൻസിപ്പൽ മാഡത്തോട് പറഞ്ഞത്, നമ്മുടെ മണിയേട്ടൻ നല്ല കളിക്കാരനാണ്, അതുകൊണ്ട് മൂപ്പരുടെ കോച്ചാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും അന്തം വിട്ടു, എന്താ ഞാൻ ചെയ്യുക എന്നുള്ളത്. മനസ്സില്ലാ മനസ്സോടുകൂടിയാണ് ഞാൻ ആ പദവി ഏറ്റെടുത്ത് നന്നായി തുടങ്ങി. പക്ഷേ ഈ പ്രാവശ്യം 24-25 മാത്രം ഞങ്ങൾക്കൊരു തെറ്റുപറ്റി. അത് കാരണം അൺലക്ക്, സെൽഫ് ഗോള്. ആ സെൽഫ് ഗോൾ ഇല്ലെങ്കിൽ ഈ പ്രാവശ്യം ഞങ്ങൾ തന്നെയായിരിക്കും ഫസ്റ്റ്. ആ സെൽഫ് ഗോള് അതാണ് അൺലക്ക് എന്ന് പറയുന്നത്. ബാള് വന്നത് തട്ടി മാറ്റാൻ വേണ്ടി തലവെച്ച് കൊടുത്ത് നേരെ പോയത് പോസ്റ്റിലുള്ളിൽ. അത് പറഞ്ഞു കൊടുത്ത രീതി ശരി, പക്ഷെ ചെയ്ത പ്രവൃത്തി പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ആ സ്ഥാനം നഷ്ടപ്പെടാൻ കാരണം. അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഒന്ന് കിണഞ്ഞ് പരിശ്രമിക്കും എന്നുള്ള ഒരു ഉദ്ദേശമാണ്. അത്രത്തോളം ആയുസ് നീണ്ടു കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
താങ്ക് യു മണിയേട്ടൻ. അങ്ങനെ ഞങ്ങളുടെ സ്കൂളിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരുപാട് ടൺസ് ഓഫ് മെമ്മറീസ് ഉണ്ട്, പറഞ്ഞാൽ തീരാവുന്നതല്ല. സോ ഞങ്ങളുടെ സ്കൂളിനെ കുറിച്ച് അവസാനമായി 2 വാക്കിലൂടെ ഒതുക്കുന്നു. സെന്റ് പോൾസ് ഈസ് നോട്ട് ജസ്റ്റ് എ സ്കൂൾ, സെന്റ് പോൾസ് ഈസ് ആൻ ഇമോഷൻ. താങ്ക് യു. അറിയാം എല്ലാവർക്കും ഇനി ഒരു വോട്ട് ഓഫ് താങ്ക്സിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പരിപാടി കാണാനുള്ള എല്ലാ തന്ത്രപ്പാടിലാണ് എല്ലാവരും ഇരിക്കണമെന്ന് അറിയാം. പക്ഷേ എങ്കിലും ഇത്രയും വളരെ ബഹുമാനത്തോടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയവരോട് ഒരു നന്ദി പറയാതിരുന്നാൽ വളരെ മോശമല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഈ ഇനാഗുറേഷൻ നമ്മുടെ 25th ആനുവൽ ഡേ ഇനാഗുറേഷൻ ചെയ്ത ശ്രീ മിഥുൻ റോയ് സബ് ജഡ്ജിനെ ഞാൻ ആദ്യം നന്ദി പറയുന്നു. ഈ സ്കൂളിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫാദർ ഉള്ള സമയത്ത് ഞങ്ങളുടെ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ടീച്ചേഴ്സ് എന്നുള്ളതല്ല, സഹോദരി മക്കൾ എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം എന്നും ഞങ്ങളോട് അതുമാതിരി മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. അതുപോലെ തന്നെ അതിനൊട്ടും പിറകിലല്ല അദ്ദേഹത്തിൻ്റെ മകൻ ഉമ്മൻ ജോൺ, അദ്ദേഹത്തിനും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, അവർ ആദ്യം നമ്മുടെ രക്ഷിതാവായിട്ട് നമ്മുടെ സ്കൂളിൽ വന്നെങ്കിലും ഇന്ന് ആലത്തൂർ മുഴുവൻ തേർ തെളിക്കുന്ന ഒരു സാരഥി കൂടിയാണ്. അവർക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഗീതാ മാം, കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ കൂടുതൽ വിജ്ഞാനം ഉണ്ടാവുന്നതിന് വേണ്ടി അവർ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. അതുതന്നെ നിങ്ങളുടെ മുമ്പിൽ കുട്ടികൾ കാഴ്ചവെച്ചിട്ടുണ്ടല്ലോ, അതുതന്നെ നമുക്കറിയാം. അവർക്കും നന്ദി പറയുന്നു. അതുപോലെ നമ്മളെ ചിന്തിച്ചും ചിരിപ്പിച്ചും നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരാളാണ് സാജു കുട്ടനാട്, അദ്ദേഹത്തിനും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ തേജ് വുമൻ അക്കാഡമിക് ഹെഡ് സെന്റ് പോൾസ്, അവരെ ഉമ്മൻ ജോൺ കൂടെ തന്നെ ഞങ്ങളോട് ഒരുപാട് സഹകരിച്ച് നിൽക്കുന്ന അവരോട് ഞാൻ നന്ദി പറയുന്നു. അതിന് ശ്രീമതി സന്ധ്യ, അവർ കുട്ടികളുള്ള ഉള്ളിലുള്ള കഴിവുകളെ പുറത്തു കൊണ്ടുവന്ന് അത് ആ ഒരു ഗിഫ്റ്റാണ് ഇവിടെ എല്ലാവർക്കും കൊടുത്ത. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയ ഗിഫ്റ്റാണ് ഇവിടെ കൊടുത്തത്. എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. വളരെ വൃത്തിയായും ഭംഗിയായും അവരത് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗിഫ്റ്റാണ് ഞങ്ങൾ കൊടുത്തത്. അവരോട് ഞങ്ങൾ നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ MTA അവരുടെ ആ മെമ്പേഴ്സ് പൂജ കാർത്തിക് എന്നിവരോടെല്ലാവരോടും എൻ്റെ സ്കൂളിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ അജിത മേഡം ഞങ്ങളെ ഒരുപാട് എന്ന് പറഞ്ഞാൽ അജിത മേഡമാണ് മുമ്പിലെ ഒരു മോണിറ്ററാണ്. മുന്നേ ഗമിച്ചിയിടും ഗോവുതൻ്റെ പിന്നെ ഗമിച്ചിയിടും ബഹുവോക്കളെല്ലാം പറഞ്ഞ പോലെ എല്ലാ ബഹുവോക്കളും അവരുടെ പിന്നിലൂടെ നടന്ന് ഞങ്ങൾ പോകും. അവരുടെ എന്താണോ ചെയ്യുന്നത് അത് ചെയ്യും. ഇന്നും ഞങ്ങൾക്ക് ആ ഒരു പേരിലാണ് ഇന്നും ഞങ്ങൾ കുട്ടികളോടും കൂടി ചെയ്യുന്നത്. ആ ഒരു ഇതാണ് നിങ്ങളിപ്പോൾ കണ്ട് എക്സ് സ്റ്റുഡൻസ് വന്നതെല്ലാം കണ്ടത്. ആ മേഡമാണ് ഞങ്ങളെ നയിക്കുന്നത്. അടുത്തായി ഞങ്ങളുടെ സഹപ്രവർത്തകരോടും അതുപോലെ നോൺ ടീച്ചിങ് സ്റ്റാഫ് മണി, സുകേഷ്, ഡ്രൈവേഴ്സിനോടും അവരെല്ലാം ആദരിച്ചത് കണ്ടല്ലോ, അവരോടും. അതുപോലെ തന്നെ ഓഡിറ്റോറിയം, ലൈറ്റ്, സൗണ്ട്, വീഡിയോ, ഫോട്ടോഗ്രാഫർ, അതുപോലെ 25 വർഷം പൂർത്തിയാക്കിയ ലതാ മേഡത്തിനോടും അവരും തന്നെ ഈ സ്കൂളിൻ്റെ ജന്മം തൊട്ടേ ഈ സ്കൂളിലുള്ളതാണ്. അതുകൊണ്ട് അവരോടും ഞാൻ എൻ്റെ പേരിലും എൻ്റെ സ്കൂളിൻ്റെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ പാരൻസ് പറഞ്ഞാൽ ഞങ്ങളുടെ സെൻറ്റ് പോൾസ് ഫാമിലിയുടെ ഉടനീളം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതിൻ്റെ ഒരു വിജയം കൂടിയുണ്ട്. നിങ്ങളുടെ സ്ട്രെങ്ത്താണ് ഞങ്ങളുടെ വിജയം. അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ സഹകരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അതുപോലെ എക്സ് സ്റ്റുഡൻസ് കണ്ടില്ലേ, ഇപ്പോൾ എക്സ് സ്റ്റുഡൻസിൻ്റെ ഇനി കുറേ പേര് വരാതിരിക്കുന്നു. അവരെത്ര ഭംഗിയായും ബഹുമാനത്തോടു കൂടിയാണ്. ഇന്നും അവർക്ക് സ്നേഹമാണ്, ബഹുമാനമാണ്. അവർ സെൻറ്റ് പോൾസ് സ്കൂൾ എന്നല്ല, സെൻറ്റ് പോൾസ് ഫാമിലിയിലേക്കാണ് ഞങ്ങൾ പറഞ്ഞിട്ടാണ് സ്കൂളിലേക്ക് വരാറ്. അതുകൊണ്ട് അവരോടും ഞാൻ എൻ്റെ സ്കൂളിനോടും എൻ്റെ പേര് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ അയ്യപ്പൻ, അവരും അതെ, ഞാൻ ഇവിടെ വന്ന സമയത്ത് ഈ 25 ഇയേഴ്സ് ഈ സ്കൂളിൻ്റെ ജന്മം തൊട്ട് അവരെ കാണുന്നതാണ്. ഫോട്ടോഗ്രാഫർ ഈ ക്യാമറയും പിടിച്ച് ഞങ്ങളെ പകർത്താൻ വേണ്ടിയിട്ട് ആ ക്യാമറ കണ്ണുകളിൽ ഇന്നും 25 വർഷം ഞങ്ങളെ പകർത്തിയൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഇവിടെ വന്ന പാരൻസ്, അതുപോലെ സ്റ്റുഡൻസ്, നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റുഡൻസ്, പാർട്ടിസിപ്പൻസ് എല്ലാവരോടും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. Within a short time, we are going to begin the cultural programs. The valedictory function is dispersed. Thank you.